ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ കസ്തൂരീസ് വേൾഡ്. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രധാനമായ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. ജഗദീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണ് എന്നാണ് സങ്കല്പം. ഈ ക്ഷേത്രം ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദ ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ടൊരു കാലത്ത് ഓണാട്ടുകരയിലെ 5 പ്രമാണികൾ തൊട്ടടുത്ത ഗ്രാമമായ കൊയ്പ്പള്ളി കാരാഴ്മ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി. ഉത്സവഘോഷങ്ങളും കണ്ടു നടന്ന പ്രമാണിമാരെ ആ ക്ഷേത്രത്തിലെ പ്രമാണിമാർ അധിക്ഷേപിച്ചു. ഇതിൽ മനം നൊന്ത പ്രമാണിമാർ ഉത്സവം കാണാതെ മടങ്ങുകയുണ്ടായി. തങ്ങളുടെ ദേശത്ത് ഒരു ഭഗവതി ക്ഷേത്രം വേണമെന്ന് അവർ തീരുമാനിച്ചു. ദേവീപ്രീതിക്കായി കൊടുങ്ങല്ലൂർ ക്ഷേത്ര തീർത്ഥാടനത്തിന് പുറപ്പെടുകയും ചെയ്തു. 12 ദിവസം ഭജന വരുന്ന സമയത്ത് സ്വപ്നത്തിൽ അവർക്ക് ദേവി ദർശനം ഉണ്ടായി. ദേവി അവരോട് കുറഞ്ഞ നാളുകളിൽ താൻ ചെട്ടികുളങ്ങരയിൽ എത്താമെന്നും അവരോട് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാനും പറഞ്ഞു അത്രേ. വെളിച്ചപ്പാട് ഉറഞ്ഞ് തിടമ്പ് അവരുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ചെട്ടികുളങ്ങര ദേശത്തേക്ക് അവർ തിരികെ എത്തി. ഓണാട്ടുകരയിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ മങ്കുഴി കണിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു. അന്നത്തെ രാജാവായ ഇരവി മാർത്താണ്ഡ വർമ്മൻ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഉത്തരവിടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. മറ്റു കരകൾ കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിവയാണ്. ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കെട്ടുകാഴ്ച യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ദേവി വാണരുളുന്നത്. ചെട്ടികുളങ്ങരയമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്നും വിളിക്കുന്നു. ഓണാട്ടുകരയുടെ കാർഷിക വിഭവങ്ങളുമായി ഭരണിച്ചന്തകളുമുണ്ട്. നടീൽ വസ്തുക്കളായ കാച്ചിൽ, ചേന, ചേമ്പ്, ഇഞ്ചി തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വലിയ ശേഖരവും ഇവിടെ ലഭ്യമാണ്. ഓണാട്ടുകരയുടെ തനത് കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കുന്ന വിപണന മേളയാണ് ഭരണിച്ചന്ത. നിത്യോപയോഗ വസ്തുക്കൾ മുതൽ വരും വർഷങ്ങളിൽ വിതയ്ക്കുവാനുള്ള വിത്തുകൾ വരെ ഭരണിച്ചന്തയിൽ ലഭ്യമാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ചാന്താട്ടവും കുത്തിയോട്ടവുമാണ്. കുംഭഭരണി നാളിൽ സദ്യയുടെ കൂടെ ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും ഒരുക്കുന്ന ഒരു വിഭവമാണ് കൊഞ്ചുമാങ്ങ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചെട്ടികുളങ്ങരയമ്മയുടെ തിരുനടയിലേക്ക് 13 കരകൾ മാത്രമല്ല, ലോകം മുഴുവൻ ഒന്നായി ഒഴുകിയെത്തുന്ന ദിനമാണ് കുംഭഭരണി. എല്ലാ കൊല്ലവും ശിവരാത്രി നാൾ മുതൽ കുത്തിയോട്ട ചുവടുകൾ കുട്ടികളെ പഠിപ്പിക്കും. 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ വഴിപാട് നടത്തുന്നവർ ഏറ്റെടുക്കും. കുട്ടികൾക്കുള്ള താമസവും ഭക്ഷണവും എല്ലാം അവർ വഹിക്കും. ചെട്ടികുളങ്ങരയമ്മയുടെ നാളായ കുംഭത്തിലെ ഭരണി നാളിലാണ് കുംഭഭരണി ആഘോഷിക്കുന്നത്. ഉത്സവനാൾ രാവിലെ മുതൽ മധ്യാഹ്നം വരെയും കുത്തിയോട്ടം നടക്കും. മീനഭരണിക്ക് അടുത്ത ദിവസം കൊടുങ്ങല്ലൂരമ്മയുടെ മകളായ ചെട്ടികുളങ്ങര ദേവി കൊടുങ്ങല്ലൂരിലേക്ക് ചെല്ലുമെന്നാണ് വിശ്വാസം. പിറ്റേ ദിവസം ചെട്ടികുളങ്ങര നട അടച്ചിടുകയാണ് ചെയ്യുന്നത്. ദേവി തിരിച്ചെത്തി എന്ന് ഉറപ്പിക്കുന്നത് ആൽമരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുമ്പോഴാണ്.
13 കരകളുടെ കെട്ടുകാഴ്ച ഓരോ കരയുടെ ക്രമത്തിൽ വൈകിട്ട് 4:30 മണിയോടുകൂടി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിച്ചേരും. അമ്പരചുംബികളായ 6 കുതിരകളും 5 തേരും ഭീമനും ഹനുമാനും അടങ്ങിയതാണ് ഈ കെട്ടുകാഴ്ച. പുലർച്ചെ 3 മണിക്ക് ദേവിയുടെ ജീവിത കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങുകയും ഓരോ കരക്കാരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതോടുകൂടി കുംഭഭരണി ഉത്സവം സമാപിക്കും. മാവേലിക്കര ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരവും കായംകുളം ടൗണിൽ നിന്ന് വടക്കോട്ട് 6 കിലോമീറ്റർ ദൂരവുമാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു.